ഉദുമ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി UDF. ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPM-ലെ PV രാജേന്ദ്രനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. UDF-ന് ഭൂരിപക്ഷമുള്ള ഉദുമ പഞ്ചായത്തിൽ ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPM-ലെ PV രാജേന്ദ്രനെതിരെ അവിശ്വാസത്തിനൊരുങ്ങി UDF. പ്രസിഡന്റിനെതിരെ 27-ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ UDF ഉദുമ പഞ്ചായത്ത് ലൈസൺ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഡിസംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ചന്ദ്രൻ നാലാം വാതുക്കലിന്റെ വോട്ട് അസാധുവായിരുന്നു. ഇതേ തുടർന്ന് വോട്ടുകൾ തുല്യമായതോടെയാണ് CPM-ലെ PV രാജേന്ദ്രൻ നറുക്കെടുപ്പിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ 26-നായിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. PV രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേറി നാളേക്ക് 6 മാസം തികയുന്നതോടെയാണ് 27-ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ തീരുമാനിച്ചത്. 23-അംഗ ഭരണസമിതിയിൽ UDF-ന് 12, LDF-ന് 11 സീറ്റുകളാണുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ N ചന്ദ്രന്റെ വോട്ട് അസാധുവായിരുന്നു. ബാലറ്റ് പേപ്പറിന്റെ പിറകിൽ ഒപ്പുവേണമെന്നിരിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പേര് മാത്രം എഴുതിയതിനാലാണ് റിട്ടേണിംഗ് ഓഫീസർ വോട്ട് അസാധുവാക്കിയത്. ഇതോടെ LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി PV രാജേന്ദ്രനും UDF-ന്റെ സ്ഥാനാർത്ഥി N ചന്ദ്രനും 11 വീതം വോട്ടുകൾ ലഭിച്ചു. തുടർന്നുള്ള നറുക്കെടുപ്പിൽ രാജേന്ദ്രൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ചന്ദ്രനും UDF നേതൃത്വവും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മുൻസിഫ് കോടതിയാണെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. 23 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ CPM-ന് 11, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും 6 വീതം എന്നിങ്ങനെയാണ് അംഗങ്ങളുള്ളത്. 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കുവയ്ക്കുവാൻ ആദ്യമേ തന്നെ ധാരണയായിരുന്നു. ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസിനും തുടർന്നുള്ള കാലം മുസ്ലിം ലീഗിനും എന്നതായിരുന്നു ധാരണ. UDF ഭരണസമിതി അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. ഈ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെയും ഭരണസമിതി അംഗങ്ങളെയും അറിയിക്കും. തുടർന്ന് നോട്ടീസ് ചർച്ച ചെയ്യുന്നതിനുള്ള തീയതിയും അറിയിക്കും. അവിശ്വാസ പ്രമേയം പാസായാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PV രാജേന്ദ്രൻ പുറത്താകും. തുടർന്ന് പ്രസിഡന്റിന്റെ ചുമതല വൈസ് പ്രസിഡന്റിന് നൽകും. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പ്രസിഡന്റ് പുറത്തായ വിവരം സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അറിയിക്കും. തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുക. അവിശ്വാസത്തിലൂടെ പുറത്തായി എന്നത് ഒഴിവാക്കുവാൻ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്ക് മുൻപേ PV രാജേന്ദ്രൻ രാജിവെച്ച് ഒഴിയുവാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.